മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഇറങ്ങിയപ്പോൾ ഡീഗ്രഡേഷൻ അതിശക്തമെന്ന് തന്നെ പറയാം. അതിലെ കുറച്ച് കമൻസുകൾ വായിക്കാം. നല്ല അസല് മയക്കാം ഫസ്റ്റ് ഹാഫ്, എജ്ജാതി വെറുപ്പിക്കൽ, വെറുതെ അല്ല ഇക്ക മുൻകൂർ ജാമ്യം എടുത്തു വെച്ചത്. അത് ഒരാളുടെ കമൻറ്റ്. ഇനി മറ്റൊരു തൻ്റെ കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൈസ മുടക്കി കാണാൻ പോകുന്നവർ നല്ല തിയേറ്റർ തന്നെ പോയി കാണാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ മൂട്ടക്കടി കൊണ്ട് ഉറങ്ങാൻ പറ്റുന്ന അല്ല എന്ന് അറിയിക്കുന്നു. അങ്ങനെയുള്ള മികച്ച കമൻസുകളാണ് ഓരോരുത്തർ വരുന്നത്. ഇതിനകത്ത് പറയാനുള്ള കാര്യം വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ ഡീഗ്രേഡന്മാർ മൂഞ്ചി പോയി എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി പോസിറ്റീവ്, എക്സ്ട്രാ ഓർഡിനറി. നമ്മൾ ക്യാപ്ഷനിൽ ഒരെണ്ണം വെച്ചിരുന്നു, എക്സ്ട്രാ ഓർഡിനറി. ഓരോ പടം വരുമ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വേർഡ് ഉണ്ടാവാം. ഇപ്പോൾ നേരത്തെ ആളാണെങ്കിൽ ധൈര്യമായി ടിക്കറ്റ് എടുത്തോളൂ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇവിടെ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറഞ്ഞു, അത് തന്നെയായി മാറുന്നു സിനിമ എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ ആളുകളും ഈ സിനിമ ഇറങ്ങിയവരെല്ലാവരും തന്നെ പറയുന്നത് ഇത് അമ്മാതിരി പടം തന്നെയാണെന്നുള്ളത്. ഒരു കരിയർ ബെസ്റ്റാണ് മമ്മൂട്ടി, അർജുന അശോകൻ തുടങ്ങി ഇതിനകത്തിൽ അഭിനയിച്ചിരിക്കുന്നതും സംവിധായകൻ്റെയും ഇതിനകത്തിൽ ഓരോ വർക്ക് ചെയ്തവരുടെയും കരിയർ ബെസ്റ്റ് സംഭവം തന്നെയാണ് ഈ സിനിമയിലൂടെ പോകുന്നത്. ഇന്ന് അമ്മാതിരി ഒരു കൊടൂരമായിട്ടുള്ള ഒരു ഖ്യാതി തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. മലയാളത്തിലല്ല, ഇന്ത്യൻ സിനിമയിൽ സീനിയർ ആക്ടേഴ്സിൽ ഇതേപോലെ ഒരു പടം ചെയ്യാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഏതെങ്കിലും ഒരു നടൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല 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 എന്ന് തന്നെയാണ്. അതിൻ്റെ അടുത്തെത്തിയേക്കുന്ന ഒരൊറ്റ നടനേ ഉള്ളത് മമ്മൂട്ടി. ഇപ്പോൾ വീണ്ടും അത് പൊളിച്ചടുക്കി മമ്മൂട്ടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഡീഗ്രേഡേഴ്സിൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. കുറച്ച് നാളുകളായി അവരവരുടെ പടങ്ങൾ വിജയിക്കാൻ നോക്കുമ്പോൾ പരാജയപ്പെടുകയും, ഒപ്പം ബാക്കി മമ്മൂട്ടി പടങ്ങൾ പരാജയപ്പെടുത്താൻ നോക്കുമ്പോൾ അവിടെയും അവർ പരാജയപ്പെടുന്നു. എന്തൊരു വിധിയാണ് അവർക്ക് എന്നുള്ളത് തന്നെയാണ്. ഒരു കാര്യം ചെയ്യുക, കുറച്ച് നാൾ മമ്മൂട്ടി ഫാനായിട്ട് വരിക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടൻ്റെ സിനിമകൾ വിജയിക്കുമ്പോൾ അതിലേക്ക് പോവുക. ചൊറിഞ്ഞ് വരുമ്പോൾ മാത്രമാണ് നിങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ എടുത്തു പറയാൻ കഴിയുന്ന മറ്റൊരു കാര്യം, പടം കയ്യിൽ നിന്ന് പോയി, അത് ഉറപ്പാണ്. ആരുടെ എന്നുള്ളതാണ്, ഡീഗ്രേഡ് ചെയ്യാൻ വന്നവന്മാരുടെ കയ്യിൽ നിന്നുള്ളത്. ഇതൊരു കമൻറ്റിൽ നിന്ന് തന്നെ എടുത്തേക്കുന്നതാണ്. എന്താണെങ്കിലും നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, ഇതൊരു മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിൽ പെടുന്ന സിനിമയായി മാറുന്നു. ഏതാനും ക്യാരക്ടേഴ്സ്, 4-5 ക്യാരക്ടേഴ്സ് വെച്ച് ഇങ്ങനെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ അത് എക്സ്ട്രാ ഓർഡിനറി ധൈര്യം വേണം, എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻസ് വേണം, എക്സ്ട്രാ ഓർഡിനറി ഭാഗ്യം വേണം. എല്ലാം ഒരുമിച്ച് വന്നപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഭ്രമയുഗം തന്നെയാണ്. പണ്ട് കാന്താര ഇറങ്ങിയപ്പോൾ ഏറെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇതേപോലെയുള്ള ഒരു സിനിമ നമ്മുടെ മലയാളത്തിലേക്ക് എന്ന് വരാം എന്നുള്ളത്. ഒരുപാട് ഫോക്ക് സ്റ്റോറീസ് ഉണ്ട് നമ്മുടെ കേരളത്തിൽ. പക്ഷേ ആ ഒരു കാര്യങ്ങളെല്ലാം തീർത്ത് ഒരു പാൻ ഇന്ത്യൻ സിനിമയായി വന്നിരിക്കുന്നു. ഇതുവരെ നമ്മൾ പറഞ്ഞിരുന്നു പാൻ ഇന്ത്യൻ സിനിമ ഞങ്ങൾ 80 കോടി മുടക്കി പാൻ ഇന്ത്യൻ സിനിമ ഉണ്ടാക്കി എന്ന് പറയുന്നവരും 40 കോടി ഉണ്ടാക്കി പാൻ ഇന്ത്യൻ സിനിമ ഇറക്കി എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥ പാൻ ഇന്ത്യൻ സിനിമ എന്ത് എന്നുള്ളത് ഇവിടെ കാണിച്ചു തരികയാണ്. ഇവിടെ കാണുന്ന ജനങ്ങൾക്ക്, അതായത് തമിഴ്നാട്ടിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും ഹിന്ദിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ സിനിമ കാണുന്ന, വേൾഡ് വൈഡായിട്ട് കാണുന്ന എല്ലാവർക്കും ഒരു കാര്യമേ പറയാനുള്ളൂ, ഇത് ഗംഭീര നടനം തന്നെയാണ്, മികച്ച സിനിമയാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്ന ദൃശ്യവിസ്മയം തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും ഡീഗ്രേഡേഴ്സിൻ്റെ കാര്യം മൂഞ്ചലായിപ്പോയി എന്ന് തന്നെ ഒരിക്കൽ കൂടെ പറയുന്നു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ഗ്രേറ്റ് മീഡിയാസ്.